സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പിന്നെ ഇൻഫ്ലുവൻസിങ് കപ്പാസിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മളെ എങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അതായത് ഒരു ഡിറക്റ്റ് പിന്നെ ഹ്യൂമൻ കോണ്ടാക്ട് ഓൺ ക്യാമറ നമ്മുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കൺവിൻസ് ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് മാറുന്നത്. ഇവരൊക്കെ ഒരു ചിലപ്പോൾ ഓവർനൈറ്റ് സക്സസ് ആവും, അല്ലെങ്കിൽ കുറച്ച് കാലം വളരെ കുറച്ച് കാലം കൊണ്ട് കുറച്ചധികം സമയമെടുത്ത് സക്സസ് ആവുന്നുണ്ട്. പക്ഷേ സക്സസ് ആയി കഴിഞ്ഞാൽ എല്ലാവരുടെയും സ്റ്റോറി വളരെ റെലവൻ്റ് ആണ്. കാരണം ഒരു ഡ്രീം കം ട്രൂ ലൈഫാണ് ഇവർ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സോഷ്യൽ എനിക്ക് ഓർമ്മയുണ്ട് കോവിഡ് സമയത്തൊക്കെ ഈ വെയിറ്റ് ലോസ് ജേണി എന്ന് പറഞ്ഞൊരു സംഭവം വളരെ വൈറലായിരുന്നല്ലോ. ഇത് ചെയ്തിരുന്ന ആളുകളൊന്നും തന്നെ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളല്ല. അതുപോലെ തന്നെ ഇതൊന്നും ഒരു ഒത്തൻറ്റിക് ഇൻഫർമേഷൻ അല്ല. അവരൊരു വിഷ്വൽ സ്റ്റോറി ബോർഡ് ഉണ്ടാക്കിയിട്ട് നമ്മളെങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുക ചെയ്യുന്നത്. പക്ഷെ ഇത് ഫോളോ ചെയ്ത് എത്രയോ ആൾക്കാർ, മില്യൺസ് ഓഫ് ആൾക്കാരുണ്ട്, അവർക്കൊക്കെ മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മൾ കൺവിൻസ്ഡ് ആവും എന്നുള്ളതാണ് ഇതൊരു സത്യം. അപ്പോൾ എന്തിനാണ് ഇത്രമാത്രം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനെ കുറിച്ച് സംസാരിച്ചു എന്നല്ലേ, നമുക്ക് അങ്ങനെ ഒരാളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ തുടക്കത്തിൽ തന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ വളരെ ഇൻഫ്ലുവൻസറായിട്ട് മാറിയ വളരെ യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഗേൾ ബെൽ ഗിബ്സൻ്റെ സ്റ്റോറി നെറ്റ്ഫ്ലിക്സിൽ സീരീസ് ആയിട്ട് വന്നിട്ടുണ്ട്. ആപ്പിൾ സൈഡർ വിനെഗർ ഒരു കിഡിലൻ സീരീസാണ്, ബിഞ്ച് വർത്തി വാച്ചിങ് ആണ്. നമുക്ക് പിന്നെ ബെൽ ഗിബ്സണായിട്ട് വരുന്നത് പിന്നെ കേറ്റ്ലിൻ ഡീവറാണ്. ഭയങ്കര രസമുള്ള ആക്ടിങ് ആണ് ഈ സീരീസിലുള്ള. ബാക്കി എല്ലാവരും തന്നെ കിടിലൻ പെർഫോമൻസസ് ആണ്. അതുകൂടാതെ ഇതിലൊരു ഭയങ്കര ഒരു സോഷ്യൽ ത്രെട്ട്. എന്താണ് സോഷ്യൽ മീഡിയയുടെ സോഷ്യൽ ത്രെട്ട്? ഇപ്പം നമ്മളൊരു വെൽനെസ് ഗുരുവൊക്കെ ആയിട്ട് സ്വയം ഇങ്ങനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ പിന്നെ ബെൽ ഗിബ്സൻ്റെ ഏറ്റവും വലിയൊരു USP എന്താണെന്ന് വെച്ചാൽ നുണ പറഞ്ഞൊരു പാത്തോളജിക്കൽ ലയറാണ്. നുണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോൾ വേണമെങ്കിലും സന്ദർഭത്തിനനുസരിച്ച് ഡ്രാമ ക്യൂനാവും, എന്ത് വേണമെങ്കിലും അച്ചീവ് ചെയ്യും. അതായത് ഫുൾ ഫേക്ക് കഥകളാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 12-13 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരെ ഫേക്ക് ചെയ്ത ഒരാളാണ് നമ്മുടെ ബെൽ ഗിബ്സൺ. ചില്ലറ പുള്ളിയൊന്നുമല്ല. അപ്പോൾ ബെൽ ഗിബ്സൻ്റെ ട്രൂ സ്റ്റോറി ബേസ്ഡ് ഓൺ എ ലൈ, ഇതാണ് ഈ സീരീസിൻ്റെ ക്യാപ്ഷൻ എന്ന് പറയുന്നത്. വളരെ വളരെ നല്ലൊരു സീരീസാണ്, വളരെ സോഷ്യലി റെലവൻ്റ് ആണ്, ബിഞ്ച് വർത്തിയാണ്. അപ്പോൾ എല്ലാവരും പോയിട്ട് പെട്ടെന്ന് തന്നെ കണ്ടു.